എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപക നിയമനത്തെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. താൽക്കാലിക അധ്യാപകരുണ്ടെങ്കിലും സ്ഥിരം ഒഴിവുകൾ PSCയെ അറിയിക്കണം. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് PSC പട്ടികയിലുള്ളവർക്ക് മുൻഗണനയും കൊടുക്കണം എന്ന ഒരു നിബന്ധനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകർ സ്കൂളുകളിലെ റെഗുലർ ഒഴിവിൽ തുടരുന്നതിൻ്റെ പേരിൽ ആ ഒഴിവ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം. ഇത് പാലിക്കാത്ത പ്രഥമ അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിക്കും. നിലവിലുള്ള PSC റാങ്ക് പട്ടികയിലോ ചുരുക്കപ്പട്ടികയിലോ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ആ ജില്ലയിലെ താൽക്കാലിക നിയമനങ്ങളിൽ മുൻഗണന നൽകണമെന്നും ഉത്തരവിലുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ താൽക്കാലിക അധ്യാപക, ഫുൾ ടൈം മീനിയൽ ഉൾപ്പെടെയുള്ള അനധ്യാപക നിയമനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശമാണ് ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത്. റാങ്ക് അനുസരിച്ചുള്ള പരിഗണന താൽക്കാലിക നിയമനങ്ങൾക്ക് നൽകണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇത് ക്രമക്കേടിന് ഇടവരുത്തുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. മുഖ്യ പട്ടികയിൽ ഉള്ളവരെ തഴഞ്ഞ് ഉപപട്ടികയിലുള്ളവർക്ക് നിയമനം നൽകുന്നതായിട്ട് പരാതി ഉയരുന്നുണ്ട്. 30 ദിവസത്തിലധികം ദൈർഘ്യമുള്ള ഒഴിവുകളിലേക്കാണ് താൽക്കാലിക നിയമനം നടത്തേണ്ടത്. തസ്തിക നിർണയ ഉത്തരവ് പ്രകാരം ഏതെങ്കിലും കാറ്റഗറിയിൽ അധ്യാപകർ കൂടുതലുണ്ടെന്ന് കണ്ടെത്തിയ സ്കൂളുകളിൽ അവർ തുടരുന്നുവെങ്കിൽ അതേ കാറ്റഗറിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തരുത്. അധികമായിട്ട് കണ്ടെത്തിയ അധ്യാപകരെയെല്ലാം നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്ഥലം മാറ്റി ക്രമീകരിക്കുകയും വേണം. കേട്ടറ്റ് സെറ്റ് യോഗ്യത നേടിയതോ അതിൽ നിന്നും സ്ഥിരം ഇളവ് ലഭിച്ചിട്ടുള്ളവരോ ആയവരെയാണ് അധ്യാപകരായിട്ട് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കേണ്ടത്. ഇങ്ങനെ നിയമിതർ ആകുന്നവർക്ക് ധനവകുപ്പ് ഉത്തരവിലെ നിരക്കനുസരിച്ച് ദിവസവേതനവും അനുവദിക്കാം. ഇവരെ ആവശ്യമെങ്കിൽ സ്കൂൾ കലണ്ടർ പ്രകാരമുള്ള അക്കാദമിക് വർഷത്തിലെ അവസാന പ്രവൃത്തി ദിനം വരെ സ്കൂളിൽ തുടരാനും അക്കാദമിക് പ്രവർത്തനം നടത്താനും അനുവദിക്കാവുന്നതാണ്. അവർക്ക് അർഹമായിട്ടുള്ള ദിവസവേതനം നൽകണം. സ്ഥിര നിയമനത്തിന് നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ പ്രായപരിധിക്കും വിരമിക്കൽ പ്രായത്തിനകത്തും ഉള്ളവരെ മാത്രമേ താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കാവൂ. അതത് വിഭാഗത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കിയാണ് നിയമനം നടത്തേണ്ടത്. ഒഴിവില്ലാതെ വരുന്ന സാഹചര്യത്തിൽ റാങ്ക് പട്ടികയിൽ താഴെയുള്ള വ്യക്തി ആദ്യം പുറത്താവുന്നതായിരിക്കും.